ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെയുള്ള മൊസൈക്ക് ഫോട്ടോ എഡിറ്റിംഗാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ ചോദിക്കാം. ഓക്കെ, ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. അതിൽ സെർച്ച് ബാറിൽ നമുക്ക് ഫോട്ടോ കൊളാഷ് എന്നടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് കൊളാഷ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മൊസൈക്ക് ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൊളാഷാണ് വേണ്ടത് കേട്ടോ. അതിൽ ചൂസ് മൈ ഫോട്ടോയിൽ പോവുക, നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ 9 ഫോട്ടോ ആണ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ നിങ്ങൾ ആ ഒരു ബാക്കിൽ കാണുമ്പോൾ കുറേ ഫോട്ടോസുകളുണ്ടാവും. അത് നമുക്ക് വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്ത്, ഇപ്പോൾ ഇതിൽ 9 ചെയ്യും, ഇത് സേവ് ആക്കും, അടുത്ത് നമ്മൾ പിന്നെ 9 ചെയ്യും, അത് സേവ് ആക്കിയിട്ട് അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ ഇങ്ങനെ ഒരു ലോ ഷേപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു കൊളാഷിലുള്ള എഫക്റ്റാണ്. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആലിയ ഭട്ടിൻ്റെ ഫോട്ടോസുകളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ ഇതുപോലെ സേവ് ആക്കാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. അതിൽ സേവ് ആക്കുക, ഡൺ കൊടുക്കുക. ആ ബ്ലാക്ക് കാണിച്ചത് അത് പിക്സാർട്ടിലുള്ള ഇപ്പോൾ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലാക്ക് വരാറുണ്ട്, അതാണ് കേട്ടോ. വീണ്ടും സെർച്ച് ബാറിൽ ഫോട്ടോ കൊളാഷ് എന്നടിച്ചു കൊടുക്കുക, സെർച്ച് ചെയ്യുക, അതിൽ ചൂസ് മൈ ഫോട്ടോയിൽ പോവുക. നമ്മൾ നേരത്തെ എടുത്ത കൊളാഷിനെ എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോസുകളെല്ലാം ആഡ് ചെയ്യേണ്ടത് വേറെ ഫോട്ടോസുകളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു 10-20 ഒക്കെ ഉള്ളെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുള്ളും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫോട്ടോ ആഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സേവ് ആക്കാം. അപ്പോൾ അതിന് മുമ്പ് ആ ഒരു ലോ ഷേപ്പ് കളയുകയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് കളർ കാണിക്കണോടത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ സേവും ഡണ്ണും കൊടുക്കുക. നമ്മുടെ ഫോട്ടോസുകൾ ഗാലറിയിൽ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ക്രോമിൽ പോവാം. ക്രോം ഓപ്പൺ ചെയ്യുക, അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ remove.bg, നമ്മൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ വേണ്ടി എടുക്കുന്ന സൈറ്റാണ് കേട്ടോ. അതിൽ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ആക്കേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. പിന്നെ ക്യാൻവയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണ്, ഇപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് ഫ്രെയിമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ആ ഫ്രെയിമിൻ്റെ സൈസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ A5 ആണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ താഴെ വരും A5 ഡോക്യുമെൻ്റ് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ബ്ലാങ്കിൽ പോവുക. ഓക്കെ, ബ്ലാങ്ക് ഇല്ലെങ്കിൽ ബ്ലാങ്ക് ഇല്ലാത്തെടുത്തിട്ട് അതിൻ്റെ ഓരോ എലമെൻറ്റ്സ് ഡിലീറ്റ് ആക്കിയിട്ട് ഇതുപോലെ ബ്ലാങ്ക് ആക്കി എടുത്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ഗാലറിയിൽ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പിക്സാർട്ടിൽ കൊളാഷ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം അതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ആഡ് ടു പേജിൽ പോവുക, എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിതിൽ ചെറുതാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറുതാക്കി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഫുള്ള് പേജിൽ ഇത് തികയൂല. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫോട്ടോസുകൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കൊളാഷ് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അതങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡിഫറെൻറ്റ് ഫോട്ടോസുകളാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ക്യാൻവയിൽ ഇപ്പോൾ ഇങ്ങനെ ഈ കൊളാഷ് എടുത്തിട്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. കണ്ടോ, ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. ഗാലറിയിൽ നിന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടത് നന്നായിട്ട് വലുതാക്കി കൊടുക്കാം.
ഈ ഒരു ഭാഗം ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വലുതായി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊസൈക്ക് ഫോട്ടോ എഡിറ്റിങ്. അപ്പോൾ ഇനി ചില ഫ്രെയിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ ഒരു വലിയ ഫോട്ടോ ജസ്റ്റ് ഒരു ബ്ലർ മറ്റേ താഴെയുള്ള ഫോട്ടോസുകളൊക്കെ കാണുന്ന രീതിയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഒരു ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെയുള്ള ഫോട്ടോസ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഈ 100ൽ കൊടുത്താൽ ഈ ഫോട്ടോ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 79, 87 അങ്ങനെയൊക്കെ ആ രീതിയിൽ വരുമ്പോൾ രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമറിന് വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ പിക്സാർട്ടിൽ ഇതുപോലെ കൊളാഷ് ചെയ്തല്ലോ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ക്യാൻവയിൽ തന്നെ കുറേ ഫോട്ടോകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കൊളാഷ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊന്നും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി താഴെ ടെക്സ്റ്റ് ഉണ്ടാവും, ടെക്സ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സോ എന്തെങ്കിലും എഴുതാമെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യൂന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കളറാകുമ്പോൾ കാണില്ല, അപ്പോൾ ഞാൻ വൈറ്റ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കളറൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. താഴെ കളർ ഉണ്ടാവും, കണ്ടതിൽ പോവാം, വൈറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ പണിയുള്ളൂ. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യാം, സേവ് ആക്കാം. അപ്പോൾ ഇന്നത്തെ എഡിറ്റിംഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അതുപോലെ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റിംഗ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.